നമസ്കാരം. നമ്മളിന്നുള്ള ഒരു വാഴത്തോട്ടത്തിലാണ്. ഈ വാഴ ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൊലയ്ക്കാനായി നിൽക്കുന്ന വാഴയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വാഴകൾ ഇപ്പം വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് നോക്കി വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി അത് കാണാൻ പറ്റിയത്. ഒന്ന്, നമ്മൾ വന്ന സമയത്ത് തന്നെ നിമറ്റോഡിൻ്റെ ഇഷ്യൂ കാണുന്നുണ്ടായി. അതായത് നമ്മുടെ വേരുകളെല്ലാം നശിച്ച് കിടക്കുകയാണ്. ഇതേപോലെ വേരുകളൊക്കെ നമുക്ക് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വന്ന് നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഉരുണ്ട് കയറി നിന്നിട്ട് ഫുള്ള് വേരുകളും ചടച്ച് വേരുകളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഴേൻ്റെ അകത്തൊക്കെ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ആൻഡ് ഫുള്ളായിട്ടുള്ള നമ്മളുടെ മീലി ബഗിൻ്റെ ഇഷ്യൂ നമുക്ക് ഈ ഒരു ഏരിയൻ്റെ അകത്ത് നന്നായിട്ട് കാണാൻ കിട്ടി. അപ്പം ഈ മീലി ബഗിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യാൻ, നമ്മുടെ നീരുകൾ ഊറ്റി കുടിച്ചിട്ട് ഇത് നമ്മളുടെ വാഴേനെ തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തു നിന്ന് എങ്ങനെയാണോ ചോര വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ബ്ലഡിൻ്റെ സ്ട്രെയിൻസ് നമുക്ക് ശരീരത്തിലേക്ക് കിട്ടും. ഇതാണ് മീലി ബഗിൻ്റെ ഒരു അഡൾട്ടാണിത്. ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബ്ലഡ് നമുക്ക് വരാൻ പറ്റും. ഇത് നമ്മുടെ ഈ വാഴേൻ്റെ അകത്ത് ഇപ്പം ഒരുപാടായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. മീലി ബഗിൻ്റെ ഒരു ഇഷ്യൂ കണ്ടു. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഈ വാഴയുടെ ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാം ടണലുകൾ പോലെ ഇതേപോലെ ഓട്ടയായിട്ട് കിടക്കുന്ന കാണാം. ഇതെന്ന് പറയുന്നത് നമുക്ക് മാണവണ്ടിൻ്റെ ശല്യമാണുള്ളത്. മാണവണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തടതൊരപ്പം പോലെ തന്നെ, തടതൊരപ്പം വരുന്ന പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്യൂഡോസ്റ്റം വീബിൾ പോലെ തന്നെ നമുക്ക് തടയുടെ ഉള്ളിലേക്ക് കാർന്നു തിന്നുന്ന ഒരു വണ്ടിനാണ് നമ്മുടെ മാണവണ്ട് എന്ന് പറയുന്നത്. നമുക്ക് കാണാനൊക്കെ സ്യൂഡോസ്റ്റം വീബിളിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഉള്ളതെങ്കിലും അതിനേക്കാളും ചെറുതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു വാഴത്തോട്ടത്തിൽ വന്ന സമയത്ത് ആ മാണവണ്ടിൻ്റെ മുട്ട, ഇതാണ് മുട്ട. കാണാൻ ഏകദേശം ഒരു MM അടുത്തത്രേ ഇതിൻ്റെ അകത്ത് വലിപ്പം ഉണ്ടാവുള്ളൂ. മുട്ട അതേപോലെ തന്നെ ആ ഒരു വണ്ടിൻ്റെ പുഴു, ആ മുട്ട വിരിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു സെക്കൻഡ് തേർഡ് ഇൻസ്റ്റാർ ആയിട്ടുള്ള പുഴു, ഇതേപോലെ ഉള്ളൊരു ചെറിയ പുഴു. ആ പുഴുവിനെ കൂടാതെ തന്നെ നമുക്ക് ആ പുഴു വലുതായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പ്യൂപ്പ, ഇതാണ് അതിൻ്റെ പ്യൂപ്പൽ സ്റ്റേജ്. അങ്ങനെ പ്യൂപ്പേനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എക്സാമിൻ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അഡൾട്ട് സ്റ്റേജിനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കാണുന്ന ഇവനാണ് നമ്മളുടെ ഈ തടതൊരപ്പൻ എന്ന് പറയുന്നത്. ഈ തടതൊരപ്പൻ്റെ നമ്മളുടെ അഡൾട്ട് സ്റ്റേജാണിത്. നമ്മുടെ സാധാരണ തണ്ട് തുരപ്പൻ, അതായത് നമുക്ക് വരുന്ന സ്യൂഡോസ്റ്റം വീവിളിനേക്കാളും എന്താ പറയുക ചെറുതായിരിക്കും ഇവനെ കാണാൻ. നമുക്ക് അതിൻ്റെ പിന്നെ ലെങ്ത്ത് എന്നൊക്കെ പറയുന്നത് കുറവായിരിക്കും. കാണാൻ ഏകദേശം അവനെ പോലെ ആണെങ്കിലും ഇരുണ്ട കാപ്പി കളറിലും അല്ലെങ്കിൽ എന്താ പറയുക ചാര കളറിലും കറുപ്പ് കളറിലായിട്ടാണ് ഇവനെ കാണാൻ പറ്റുക. അപ്പോൾ ഇവനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കന്നുമുക്കൽ ടൈമിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മീലി ബഗിനെ നമുക്ക് ഒഴിവാക്കാനാണെങ്കിലും ശരി, ഇവനെ ഒഴിവാക്കാനാണെങ്കിലും ശരി, നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ കാലിചക്ര എന്ന് പറയുന്നത് മെറ്റാറൈസി അനോസിപ്രിയെ. അവനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മീലി ബഗിന് ഉപയോഗിക്കാനാണെങ്കിൽ ദമൻ എന്ന് പറയുന്നത് നമ്മളെ ബിവേറിയ ബാസിയാനെയാണ്. അവനെ നമുക്ക് 5 ഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കെമിക്കലിന് വേണ്ടിയിട്ട് നമ്മളെ ക്ലോറി 50 EC അത് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ലിറ്ററിന് 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്നുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ദ്രവിച്ച് കിടക്കുന്നതാണ്. ഇതൊരു ഫംഗസിൻ്റെ അസുഖം കൂടി ആയിട്ട് വരുന്നത്. ഇവ തുളച്ചതിൻ്റെ കൂടി വെള്ളത്തിൽ കൂടി ഫംഗസിൻ്റെ സ്പോർ കയറിയിട്ടാണ് അത് വരുന്നത്. ഇതിനെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ട്രൈക്കോഡർമയുടെ 5% നമ്മുടെ വിരഡെക്സ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇവനെ നമ്മളുടെ കന്നുമുക്കലിൻ്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കന്നുമുക്കലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ തന്നെ നമ്മളുടെ വാഴേൻ്റെ അകത്ത് 2ാമത്തെ വളത്തിൻ്റെ 1ാമത്തെ വളത്തിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു ഇതേപോലെയുള്ള ഒരു ഡ്രഞ്ചിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമ്മുടെ വാഴേനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഈ പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ആൾക്കാരെ നിങ്ങളുടെ വാഴകളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.